എല്ലാവർക്കും നമസ്കാരം. ഭാരതൻ സംവിധാനം ചെയ്ത രതി നിർവേദം എന്നു പേരുള്ള സിനിമയെക്കുറിച്ച് അറിയാത്തവരായി അധികം പേർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കാണാത്തവരായിട്ടും അധികം പേരുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയേറെ ഒരു കാലഘട്ടത്തെ ഇളക്കിമറിച്ച ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ ഒരു പുനരാവിഷ്കാരം ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടാവുകയുണ്ടായി. അത് വിജയമായിരുന്നു എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. എൻ്റെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പാദമൂന്നുന്ന കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, യൗവനാരംഭത്തിൽ എന്നൊക്കെ പറയാറില്ലേ, അത്തരമൊരു കാലഘട്ടത്തിലാണ് ഈ സിനിമ വന്നത്. എല്ലായിടത്തും ഒരു വെളുത്ത സാരിയും വെളുത്ത ബ്ലൗസും അണിഞ്ഞ് അടിവയർ ആ സാരിയിലൂടെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള എന്നിട്ട് മറന്നു കിടക്കുന്ന ജയഭാരതി ഒരു വലിയൊരു ലൈംഗിക ആകർഷണമായിരുന്നു. അതേസമയം ശാലീന സൗന്ദര്യത്തിൻ്റെയും ഒരു ആകർഷണമായിരുന്നു എക്കാലത്തും. അപ്പോൾ അങ്ങനെ മറന്നു കിടക്കുന്ന ഈ ജയഭാരതിയുടെ ചിത്രമാണ് എല്ലായിടത്തും മുട്ടിച്ചു വച്ചിരുന്നത്, വലിയ വലിയ പോസ്റ്ററുകൾ. ഇത് കണ്ടിട്ട് ധാരാളം പേർ ഈ സിനിമ ചെറുപ്പക്കാർ ഈ സിനിമ കാണുകയുണ്ടായി. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ചെറിയ തിയേറ്ററിൽ ഓക്കർസ് തിയേറ്റർ എന്നാണ് പേര്, അവിടെ വന്നപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ഈ സിനിമ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയതിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഈ സിനിമ നേരിടുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു മൺമറഞ്ഞ കഥാപ്രാസംഗികൻ കാതികൻ വി സാംബശിവൻ. സ്വന്തം അധ്യാപികയോട് പോലും നിർവേദം തോന്നുന്ന വിധത്തിൽ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ സിനിമ എന്നൊക്കെ അദ്ദേഹം വളരെ പരസ്യമായിട്ട് വിമർശിക്കുകയുണ്ടായി. ഇപ്പോൾ അതൊക്കെ ഒരു സാധാരണ കാര്യമായി തീർന്നിട്ടുണ്ട്. പ്രേമം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രമേയത്തിൽ ഒന്ന് അധ്യാപികയോട് വിദ്യാർത്ഥിക്ക് തോന്നുന്ന പ്രണയം തന്നെയായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇന്ന് അത് അത്ര വലിയ വിഷയമായിട്ടല്ല, അതൊരു സാധാരണ വിഷയം പോലെയാണ്. പക്ഷെ അന്നത് വലിയൊരു വിഷയമായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഈ സിനിമയെ സൃഷ്ടിച്ചത് എന്നാണ് വി സാംബശിവൻ വിമർശിച്ചത്. ആ വിമർശനത്തിൽ വലിയൊരു സത്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ പ്രമേയത്തിനുള്ളിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം.